കടമുറികളുടെ വാടക വർദ്ധിപ്പിക്കുന്നതിനുള്ള നഗരസഭയുടെ നീക്കത്തിനെതിരെ വ്യാപാരി വ്യവസായി കോൺഗ്രസ് രംഗത്ത്. നഗരസഭ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കടവാടക, പ്രൊഫഷൻ ടാക്സ്, ലൈസൻസ് എന്നിവയുടെ മേൽ ഭീമമായ വർധനവ് വരുത്തി കച്ചവടക്കാരെ ചൂഷണം ചെയ്യുന്നതിനുള്ള നടപടി അവസാനിപ്പിക്കാത്ത പക്ഷം ഇതിനെതിരെ ശക്തമായ സമരം നടത്തുമെന്ന് വ്യാപാരി വ്യവസായി കോൺഗ്രസ് പ്രസിഡന്റ് ഒമേഗ രാജൻ പറഞ്ഞു. പ്രൊഫഷൻ ടാക്സിന്റെ വർധനവും ലൈസൻസിന്റെ വർധനവും ഈ നാട്ടിലെ കച്ചവടക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിനും വളരെയധികം അപ്പുറമായിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ നഗരസഭാ കെട്ടിടങ്ങളിൽ വാടകയ്ക്കിരിക്കുന്ന ആളുകളുടെ വാടക 50% വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നഗരസഭ റെന്റ് ആക്ട് അനുസരിച്ച് കാലാകാലങ്ങളിൽ 10% വർധനവ് ഏർപ്പെടുത്താതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും അതോടൊപ്പം തന്നെ ആ പാർട്ടിക്ക് ബന്ധമുള്ള ആളുകളെയും സഹായിക്കുന്നതിന് വേണ്ടി നാളിതുവരെ വാടക വർദ്ധിപ്പിക്കാതിരിക്കുകയും ഒരു ദിവസം ഒറ്റയടിക്ക് ഈ വാടക വർദ്ധിപ്പിച്ചത് വളരെയധികം വേദനാജനകമാണെന്ന് നഗരസഭാ അധികാരികളെ ഓർമ്മിപ്പിക്കുവാൻ വ്യാപാരി വ്യവസായി കോൺഗ്രസിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. സി കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡിയോ, കാസറ്റ് കട തുടങ്ങിയവയുടെ ലൈസൻസ് ഫീസ് 50 രൂപ എന്നത് 300 രൂപയാക്കി 6 മടങ്ങ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കൃത്യമായ സമയങ്ങളിൽ റെന്റ് ആക്ട് നടപ്പിലാക്കി കെട്ടിടങ്ങളുടെ വാടക പരിഷ്കരിക്കാതെ ഇതിൽ വീഴ്ച വരുത്തിയ നഗരസഭ ഒറ്റയടിക്ക് 50% വാടക വർദ്ധിപ്പിച്ച നടപടി പ്രതിഷേധാർഹമാണെന്നും ഇദ്ദേഹം ലൈവ് വാർത്തയോട് പറഞ്ഞു. വാടക വർധനവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറി, മുഖ്യമന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്ക് വ്യാപാരി വ്യവസായി കോൺഗ്രസ് നിവേദനം നൽകിയിട്ടുണ്ട്. ലൈവ് വാർത്ത, പുനലൂർ.